നമ്മുടെ അസറ്റായ ലാൻഡ്, ബിൽഡിങ്സ്, ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്സ്, സെക്യൂരിറ്റീസ്, ജ്വല്ലറീസ് തുടങ്ങിയ അസറ്റ്സ് എല്ലാം വിൽക്കുമ്പോൾ ലാഭമുണ്ടായാൽ നമ്മൾ ടാക്സ് കൊടുക്കണം. യെസ്, നമ്മൾ കൊടുക്കണം. അത് നമ്മുടെ ഇൻകം ടാക്സിൽ ആഡ് ആക്കുന്നതുമാണ്. ഈ ടാക്സിനെ പറയുന്നതാണ് എന്ത്? ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ഹായ് ഹലോ, മൈസെൽഫ് മുഹമ്മദ് അഷ്ഫാഖ്, ലീഡ് മെന്റർ അറ്റ് എൻട്രി കോമേഴ്സ്. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ടാക്സ് ടോക്സിലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനെ കുറിച്ചാണ്. ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്ന് അറിയാമോ? നമുക്ക് ക്യാപിറ്റൽ അസറ്റ്സ് സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന ലാഭത്തിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ആ ലാഭത്തിന് കൊടുക്കുന്ന ടാക്സിനെയാണ് എന്ത് പറയുക? ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ക്യാപിറ്റൽ അസറ്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. അസറ്റ്സിൽ ഇപ്പോൾ മൂവബിൾ അസറ്റ്സോ ഇമ്മൂവബിൾ അസറ്റ്സോ ടാഞ്ചിബിളോ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയ അസറ്റ്സിനെയാണ് ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഗുഡ്വിൽ, ജ്വല്ലറി, ഷെയർസ്, ലാൻഡ്, ബിൽഡിങ്സ്, മെഷീനറി പോലെയുള്ള അസറ്റ്സ് ആണ് ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറയാം. ഈ അസറ്റ്സ് ഒക്കെ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ലാഭം വന്നാൽ ആ എമൗണ്ടിന് നമ്മൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു 1 lakh rupees ഒരു ലാൻഡ് 2015 വാങ്ങിയെന്ന് വിചാരിക്കും. അത് ഞാൻ 2025 വിറ്റപ്പോൾ എനിക്ക് അവിടെ ഒരു 5 lakh rupees ലാഭം വന്നു. അവിടെ എനിക്ക് ഉണ്ടായ പ്രോഫിറ്റ് എത്രയാ? 4 lakh rupees അല്ലേ? സോ ആ 4 lakh rupees ഞാൻ ടാക്സ് കൊടുക്കണം. ഓൾസോ അത് എൻ്റെ ഇൻകം ടാക്സിൽ അത് ആഡ് ആകുകയും ചെയ്യും. സോ ആ ടാക്സ് ലാഭം അനുസരിച്ചായിരിക്കും അത് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് റേറ്റ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് നമുക്ക് പീരീഡ് ആണ് നോക്കുന്നത്. അതായത് 2 ടൈപ്സ് ആണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് വൺ ആണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ദെൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും. അതായത് നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ആൻഡ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന്റെ ഡിഫറൻസ് എന്താണെന്ന് ആദ്യം നോക്കാം. ഒരു അസറ്റ് വാങ്ങിയിട്ട് നിശ്ചിത ഇയറിനുള്ളിൽ നമ്മളൊരു സെയിൽ നടത്തിയെന്ന് വിചാരിക്കും. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ എന്ന് വിചാരിക്കാം. ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലോ അവിടെ നമുക്ക് ലോങ് ടൈം എന്ന് പറയാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ ലാൻഡ്, വെഹിക്കിൾ, ട്രേഡ് മാർക്സ്, ഗോൾഡ്, ഫർണിച്ചർ എല്ലാം നമ്മളൊരു 36 മാസത്തിനുള്ളിൽ, അതായത് ഒരു 3 വർഷത്തിനുള്ളിൽ സെല്ല് ചെയ്താൽ നമുക്ക് അവിടെ എന്ത് പറയാം? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകും. ഇനി അതൊരു 3 ഇയർ കഴിഞ്ഞാണെന്നുണ്ടെങ്കിലോ അതിന് നമുക്ക് ലോങ് ടൈം എന്നും പറയാനായിട്ട് പറ്റും. ഇനി ലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർസ്, സ്റ്റോക്സ് ഒക്കെ ആണെങ്കിൽ 12 മാസം, വിച്ച് മീൻസ് ഒരു 1 ഇയറിനുള്ളിൽ നമ്മൾ സെല്ലാക്കിയാൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ആയിട്ടും 1 ഇയർ കഴിഞ്ഞാണെങ്കിൽ അതിനെ എന്ത് പറയും? ലോങ് ടൈം ആയിട്ടും കണക്കാക്കും. ഇനി അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് 24 months ഒക്കെ മാക്സിമം വരുള്ളൂ. ഇനി ഇതിന്റെ ടാക്സ് റേറ്റ്സ് വരുന്നത് ഇയേഴ്സ് അനുസരിച്ചാണെന്ന് പറഞ്ഞല്ലേ. അത് മെയിൻ ആയിട്ട് ഒരു 10, 15, 20% ഒക്കെ വരും. ഓൾസോ അവിടെ ഇൻകം ടാക്സ് ലാഭം കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും അവിടെ റേറ്റ്സ് ശരിക്കും വരുന്നത്. നമുക്കിനി ഷെയർസിന്റെ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഞാൻ ഒരു ഷെയർ 70,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കാം. അത് സെല്ല് ചെയ്തപ്പോൾ എനിക്ക് ഒരു 1 lakh rupees കിട്ടി. സോ എനിക്ക് അവിടെ എന്ത് വന്നു? ഒരു 30,000 രൂപ എനിക്ക് അവിടെ എന്ത് പ്രോഫിറ്റ് വന്നു. ആ ഒരു ഇത് ഞാൻ 1 ഇയറിനുള്ളിലാണ് ചെയ്തതെങ്കിൽ അവിടെ എനിക്ക് വന്ന ആ 30,000 രൂപയ്ക്ക് ഞാൻ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. സോ അവിടെ വരുന്ന 30,000 രൂപയ്ക്ക് 15% ആയിരിക്കും ടാക്സ് വരുന്നത്. സോ അവിടെ വരുന്നത് എത്രയായിരിക്കും? 4,500 rupees ആണ് ഞാൻ അവിടെ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. സോ ഇനി നിങ്ങൾ ഒരു അസറ്റോ ഷെയർസോ അത് വിൽക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണോ വേണ്ടോ എന്നൊക്കെ നോക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. കാരണം നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ അതെല്ലാം നിങ്ങളുടെ അവിടെ എഫക്റ്റ് ആവും. സോ ഇനി ടാക്സ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. നമ്മളത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.